ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സേലത്തെത്തിയിരിക്കുകയാണ്. പറഞ്ഞ കണക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ സേലം എത്തി കളിക്കാനായിട്ട്. ഇതാണ് കേട്ടോ ഗ്രൗണ്ട്, വരിയാർ സ്പോർട്സ് അല്ലേ, വരിയാർ സ്പോർട്സ്. ഇത് ഒരു അവർ കോളേജൊക്കെ ആണെന്ന് തോന്നുന്നു, മെഡിക്കൽ കോളേജ്. കിടിലൻ ഗ്രൗണ്ട് കേട്ടോ, നല്ല ഗ്രാസ്. നിങ്ങൾക്ക് ബാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കിടിലൻ ഗ്രൗണ്ട്. പക്ഷേ വെയിലിപ്പോൾ അത്യാവശ്യം നമ്മളവിടുത്തെ ഒരു 10 മണിയിലത്തെ വെയിലിൻ്റെ ചൂടുണ്ടല്ലേ, അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഈ കണ്ണാടി ഇതൊന്നും വച്ചില്ലെങ്കിൽ നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. പിന്നെ നമ്മളെ ക്രിയേറ്റർ സ്ക്വാഡിൽ കുറച്ച് ആൾക്കാർ, 2-3 ആൾക്കാരെ മാത്രമേ നമ്മളല്ലാതെ പുറത്തുനിന്ന് വിളിച്ചിട്ടുള്ളൂ. കാരണം കളിക്കാൻ കുറച്ച് ആൾക്കാർ എല്ലാവർക്കും ലാസ്റ്റ് സമയമായപ്പോൾ 2-3 ആൾക്കാർ പോയി. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പോയി. പിന്നെ കുറേ ആൾക്കാർക്ക് വർക്കും കാര്യങ്ങളുണ്ട് ഈ ദിവസങ്ങളിൽ. അപ്പോൾ പിന്നെ അവരാരും വന്നില്ല. അപ്പോൾ നമുക്ക് മാക്സിമം മാച്ച് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കളിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ സേലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ സേലത്ത് നമുക്ക് ഫസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ CSK അക്കാഡമി, അറിയാലോ, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അക്കാഡമിയിലുള്ള പ്ലേയേഴ്സുമായിട്ടാണ് കളി. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ 4 ടീമാണുള്ളത്. അപ്പോൾ ടോപ്പ് നിൽക്കുന്ന ആൾക്ക് ട്രോഫി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി, അതാണ് സെമി ഫൈനലൊന്നുമില്ല, ഗ്രൂപ്പ് സ്റ്റേജിൽ 3 കളി, അതിൽ ടോപ്പ് നിൽക്കുന്നവർക്ക് അതെ. നമ്മളെന്തായാലും മാക്സിമം നമ്മളുടെ എഫേർട്ട് ഇടും, നല്ലൊരു ഗെയിം വയ്ക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ കളി എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അനീഷിൻ്റെ ക്യാപ്റ്റൻസിൽ ഞാൻ ക്യാപ്റ്റനാണ്. പരിപാടി നിർത്തി. എനിക്കിത് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. പിന്നെ അനീഷിനെ ഒരുപാട് നമ്മളെ ടീമിലെ ക്യാപ്റ്റനായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ടോസ് കിട്ടിയില്ല, നമ്മൾ ബോളിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബാറ്റിംഗ് ആണ്. സോ ബാറ്റ് ചെയ്യാം. 20 ഓവർ കളി നമ്മൾ കളിക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ നല്ലൊരു കളി, കാരണം നമ്മൾ ഇത്ര ദൂരം വന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കപ്പടിക്കാൻ വേണ്ടി തന്നെ കളിക്കണം. നല്ലൊരു ഇന്നിങ്സ് വയ്ക്കുക. അവർ അക്കാഡമി എന്താവട്ടെ, നമുക്കത് പ്രശ്നമുള്ള ദിവസമല്ല. ജയമല്ല, ഫൈറ്റ് കൊടുക്കുക. അതല്ല, നല്ലൊരു ഫൈറ്റ് കൊടുക്കുക. എല്ലാവരും നല്ല സായി ദീപക് നല്ല സ്റ്റാർട്ട് വന്നാൽ അത് നിങ്ങൾ 2 ബോൾ കളിക്കുമെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ 3, 2, 1 ഫൈറ്റ്. അതാണ് അത് കളി. അങ്ങനെ കളി ലൂസ് മാത്രം.
ഇടില്ല കോച്ച്. ഓവർ 52. क्या चू हो गया चुटचा. നല്ല സ്കോറാ 140 അല്ല. ഓ ഔട്ട്. ആ പിള്ളേര് 40ക്ക് അപ്പുറം അടിക്കൂ. നീയൊക്കെ 30 ആടിലാണ് അടിച്ചത്. അടി ഇല്ല ഓ ഓടിക്കേറി. കൊള്ളാം കൊള്ളാം കൊള്ളാം. രണ്ടുണ്ട്. ഓടി കൊള്ളാം. ഓക്കെ, 16 ഓവർ 90 വിക്കറ്റായി. അനീഷ് ഇന്ന് ക്യാപ്റ്റൻ ഇന്നിങ്സ് കളിക്കുകയാണ്. കണ്ടാ വലിയ പ്രതീക്ഷയുള്ള ആൾക്കാരായിരുന്നു അങ്ങനെയൊക്കെ. എപ്പോഴും തമിഴ്നാട്ടിൽ തന്നെ കളിയുള്ളവനാണ്. ഇവിടെ വന്ന് ഇന്ന് എപ്പോഴും ചാവൂലല്ലോ. അതത്രേ ഉള്ളൂ. എല്ലാം അന്നത്തെ ദിവസത്തെ ഒരു ഇതാണ് കളി എന്ന് പറയുന്നത്. സൂപ്പർ ബോളിംഗിലായിരിക്കും കത്തിക്കാൻ പോണത്. ഇന്ന് കമന്റിൽ കിടന്ന് ഇപ്പൊ കത്തിക്കുമാര് അതല്ലേ ഹാലോ കമന്റിൽ കത്തിക്കുള്ളായാലും ഒന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. കളി തീർന്നിട്ട് അല്ല, കളി തീർന്നല്ല, നമുക്ക് ഈ പുറത്തുനിന്ന് കാണുമ്പോൾ പണ്ട് ഞാൻ ഈ ലെതർ ബോൾ കളിക്കാത്തപ്പോൾ ഇതെനിക്ക് താളം അടിച്ചിട്ട് എന്തിരി അടി അടിക്കുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ അവിടെ പോയി നിന്ന് കളിക്കുമ്പോഴാണ് ഈ ടെന്നീസ് ബോളും ലെതർ ബോളും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. അത് കളിച്ച് നോക്കിയ ആൾക്കാർക്ക് അകത്ത് വന്ന് ഗ്രീസിൽ നിന്ന് ബാറ്റ് പിടിച്ച് നോക്കണം, അപ്പോഴേ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അല്ലാതെ കീബോർഡിൽ കിടന്ന് കുത്തുന്നത് പോലെ ഈസി അല്ല. പിന്നെ അതുപോലെ കളി അറിയാന്നുള്ള ആൾക്കാർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വന്ന് കമൻ്റ് ഇട്ട് തരും, നിങ്ങൾ ഇത് ഇമ്പ്രൂവ് ചെയ്യണം, അത് ഇമ്പ്രൂവ് ചെയ്യണം. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ കളി അറിയാന്നുള്ള ആൾക്കാർ അങ്ങനെ പറയും. അല്ലെങ്കിൽ അവർ നല്ലൊരു കമന്റ്. നീ വിചാരിച്ചോണ്ടിരിക്കണ ഈ കമന്റ് ഇടുന്നവന്മാരെല്ലാം കളി അറിഞ്ഞുകൊണ്ടാണ് കമന്റ് ഇടുന്നത്. അവൻ്റെ അടുത്ത് ഒരുത്തൻ്റെ അടുത്ത് വന്ന് നിനക്ക് ഒരു ബോൾ എറിഞ്ഞു തരാൻ പറ. കമന്റ് ഇടണം ഒരുത്തൻ്റെ 150 എറിയോടെ 150. കാരണം കീബോർഡിൽ 150 ടൈപ്പ് ചെയ്യണം. അപ്പോൾ ബോളിൽ അതുണ്ടാവും. കാരണം 150-160 സ്പീഡിലാണ് കീബോർഡിൽ കുത്തണത് നമ്മളെ പള്ളു വിളിക്കാൻ. അവന്മാർക്ക് ഇവിടെ വന്നത് എറിയാൻ ഭയങ്കര പാടാണ്. നിന്റെ വിചാരം അവന്മാരെ കീബോർഡ് ഇല്ല ഇങ്ങനെ കളി പഠിപ്പിച്ച് കോഹ്ലിക്കൊക്കെ കളി പഠിപ്പിക്കാൻ പോയി വൈഡ് ഫോറൊന്നും അവിടത്തെ പോലെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പുല്ലൊക്കെ ടീലിട്ടാണ് കിടക്കുന്നത്, പക്ഷെ ബോള് പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം ഈ പിങ്ക് ബോളിന് കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ട് ഇച്ചിരി നമ്മള് ഔട്ട്ഫീൽഡ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇന്നിങ്സ് ആയതുകൊണ്ട് വെറ്റായി കിടക്കുന്നത്. നമ്മൾ പോകുമ്പോൾ നല്ല ഉണങ്ങി നമ്മളെ കഷ്ടത്തിന്. ഓക്കെ, അങ്ങനെ ഒരെണ്ണം പൊട്ടിക്കുവാൻ
വർക്കിംഗ് ഡേയ്സിലെ മുടിയാണ്. ആ അത് മതി അങ്ങനെയൊക്കെ വന്നാ മതി. അനീഷേ അവിടെ അത് വെച്ചോണ്ടില്ലേ, കൊടുക്കല്ലേ. രണ്ടോട് ഇവരെയൊക്കെ ത്രോക്ക് 2 ഓടാറാ സത്യത്തിൽ. റെക്കറ്റിലുണ്ടോ വലിയ പരസ്യം ചെയ്താ പോയി. കൊള്ളാം നച്ചി. 1,00,000 രൂപ ബാറ്റ് മുതലായി. എന്റെ അളിയന് പോയിട്ട് ബാക്കി എല്ലാവർക്കും ഫസ്റ്റ് കളി എന്റെ സെഞ്ചുറി അല്ലേ, ഞാൻ മറന്നുപോയാ. പിന്നെ അത് ബാറ്റല്ലേ, മന്ത്രോടി ഒന്നും ഇല്ലല്ലോ. നീ എന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറല്ലടാ. നീ ഇന്ന് എത്ര അടിച്ചുവിടാ? എന്നെ കോച്ചരെ ചേച്ചി 30 അടി അടിച്ചിട്ട് കാര്യമില്ലേ. ക്രിക്കറ്റ് ആകുമ്പോ ഇനിയിപ്പം അപ്പൊ ബാറ്റിംഗ് കാര്യമില്ല. ബാറ്റ് കൊണ്ടാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കൊള്ളിക്കണ്ടേ അവൻ. ഇരുപത് ഓവർ 133 റണ്ണായിരിക്കുകയാണ്. നേരത്തെ നമ്മൾ വിചാരിച്ചു ഇത്രയും പോലും എത്തൂലെന്ന് വിചാരിച്ചു. പക്ഷേ 133 അത്യാവശ്യം. അനീഷിൻ്റെ ഇന്നിങ്സ് കിടിലുമായിരുന്നു. നല്ല കളിയായിരുന്നു. ക്യാപ്റ്റൻ്റെ കളി അവൻ കളിച്ചു. ഇനി നമ്മളടുത്ത് എറിഞ്ഞ് പിടിക്കണം. എല്ലാം അക്കാഡമി പ്ലെയേഴ്സാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ക്വാളിറ്റി കാണും. ബാറ്റിങ്ങിലായിരുന്നല്ലോ. അപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്ത് നമ്മളെങ്ങനെയും ജയിക്കണം. ഓക്കെ, ബോൾ എറിയണവർ നമ്മൾ ബാറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഫ്രണ്ടിൽ എറിയുന്ന ബോളുകൾ വളരെ ഈസിയാണ്. ബാറ്റ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കിൽ അതായത് പറഷോട്ട് എറിയാനല്ല ഉദ്ദേശിച്ച് കുറച്ച് ജസ്റ്റ് ഷോട്ട് ഓഫ് ലെങ്ത്തിൽ എറിഞ്ഞാൽ ബോളൊന്ന് സ്കിഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ യൂസ് ചെയ്യാം. സ്റ്റംപ് എറിയാം. സിംഗിൾസ് വരും. അതിനൊക്കെ നമുക്കൊന്ന് പിടിക്കാം. 3, 2, 1 ഫൈറ്റ്. ഒരു കാര്യം, പവർ പ്ലേ ഒരു 30 റണ്ണ് എടുത്താൽ നമ്മൾ ജയിക്കും കളി. 3, 2, 1 ഫൈറ്റ്.
பெங்களூர் ஃபைன் இல்லை, உங்க ஏரியா தான் மழை பெய்யுது. വീഡിയോ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടോ? നല്ല കളി, നന്നായിട്ട് കളിച്ചു. ക്യാച്ചസ് ഒക്കെ എടുത്തു, അതുകൊണ്ട് നല്ല കളി ജയിച്ചു. ഭയങ്കര മിസ്ഫീൽഡ് ഇല്ല നമ്മളെ ടീമിനെ സംബന്ധിച്ച്. പിന്നെ സ്ലോ ആണെന്നേ ഉള്ളൂ. നമ്മൾ എറിഞ്ഞു ഒഴിവാക്കിയ എറിഞ്ഞു കൊടുത്ത എക്സ്ട്രാ അല്ല, വൈഡ് 12-15 വൈഡ് ഓവർ ത്രോസ് വേണം. കാരണം നല്ല കളിക്ക് ഈ എറിയണ ഓവർ ത്രോ നമുക്ക് യൂസ് ആവും. ഒരെണ്ണം അറിയണം, ഒന്നും ഉണ്ടാ മതി. അത് സീനല്ല. വിഷയം എന്താ വെച്ചെങ്കിൽ കൊടുത്ത എക്സ്ട്രാ. രണ്ട് കാര്യങ്ങളുള്ളൂ. നല്ല മാച്ച് ആയിരുന്നു, എല്ലാവരും നല്ല ഇന്റന്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കളിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്ത് കളിച്ചു. പക്ഷേ ഇടയിൽ നമ്മുടെ കയ്യിലേക്ക് കളി വന്ന് നമ്മൾ വടംവലി പോലെയാണ്, ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ഓക്കെ ഇത് ഇങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ഫീലായി. അങ്ങനെയല്ല ക്രിക്കറ്റ് ഉണ്ടോ, അവസാനം നമ്മൾ ജയിച്ചത് എത്ര 15 റണ്ണിന് 14 റണ്ണിനാണ്. ക്രിക്കറ്റ് അങ്ങനെയാണ്, ലാസ്റ്റ് വരെ കൊടുക്കണം. ആ ഇടയിൽ അങ്ങനെ കളയരുത്. ഒരു റണ്ണാണെങ്കിലും ഒരു വിക്കറ്റ് ആണെങ്കിലും അവിടെ ചേഞ്ചസ് വരുത്താം. അപ്പം നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് കളയരുത്. ആ തുടക്കത്തിലുണ്ടായ ഇന്റന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സൂപ്പർ ആയിരുന്നു, എല്ലാവരുടെ ഇന്റന്റ് നല്ല അടിപൊളിയായിരുന്നു. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് കളി ജയിച്ചു. ഇനി നമുക്ക് 2 കളിയാണുള്ളത്. ഇനി ഒരു മാച്ച് കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുത്ത കളി വരുന്നത്. കാരണം ഇത് ഒരു വ്ളോഗായിരിക്കും, ഇത് കഴിഞ്ഞ് അടുത്ത വ്ളോഗിലായിരിക്കും അടുത്ത മാച്ച് വരുന്നത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. സോ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ്. ഇനി 2 കളിയും കൂടി ജയിച്ചാൽ നമുക്ക് ട്രോഫി ആയിട്ട് നമുക്ക് കേരളത്തിലോട്ട് പോകാം. തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ചെയ്യാം. എന്തായാലും കൊള്ളാം. ബാറ്റിങ്ങിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബോളിങ്ങിൽ ഒരു വിക്കറ്റ് കിട്ടി. അടുത്ത കളി കുറച്ചും കൂടിയൊക്കെ ഒന്ന് സെറ്റായി നല്ലപോലെ കളിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു.